ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ, കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ. വാരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ, വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേ. വാണിടുക നാരദമെന്നുടെ നാവു തന്മേൽ, വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ. നാണമെന്നിയെ മുദാനാവിന്മേൽ നടനം ചെയ്യുക, യണാങ്കാനനെ യഥാകാനനെ ദിഗംബരൻ. വാരിജോദ്ഭവമുഖ വാരിജവാസേ ബാലേ, വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ. ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ, പാരാതെ സലക്ഷണം മേന്മേൽ മംഗലശീലേ. വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൊരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം. വിഷ്ണുജോദ്ഭവസുതനന്ദനപുത്രൻ വ്യാസൻ, വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തപോധനൻ. വിഷ്ണു തന്മായാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങേ. നാൻമറനേരായ രാമായണം ചമയ്ക്കയാൽ, നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമ വരം തരികെപ്പോഴും വന്ദിക്കുന്നേൻ. രാമനാമത്തെ സദാ കാലവും ജപിച്ചിടും കാമനാശനനുമാവല്ലഭൻ മഹേശ്വരൻ. ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ, മാമകേ മനസി വാണിടുവാൻ വന്ദിക്കുന്നേൻ. വാരിജോദ്ഭവനാദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും, വാരിജശരാരാദി പ്രാണനാഥയും മമ വാരിജ മക്കളായ ദേവിയും തുണയ്ക്കണം.
കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജലീനപാംസു സഞ്ജയം മമ ചേതോദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേ. ഓം ശ്രീരാമചന്ദ്രായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ. അപ്പം ആ തത്തയെ വിളിക്കുകയാണ്. ശ്രീരാമനാമവും പാടി വന്ന അലയോ തത്തേ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടൂ മടിയാതെ. ഒട്ടും മടിക്കാതെ സജ്ജനങ്ങൾക്കായിട്ട് ഈ ശ്രീരാമചരിതം നീ ചൊല്ലൂ. ശാരിക പൈതൽ താനും. അപ്പോൾ ഇത് കേട്ടപ്പോൾ ആ തത്ത ആകട്ടെ വന്ദിച്ചു വന്ദ്യന്മാരെ, വന്ദനീയരായിട്ടുള്ള ആളുകളെ, ശ്രേഷ്ഠരായിട്ടുള്ള ആളുകളെ വന്ദിച്ചിട്ട് ശ്രീരാമസ്മൃതിയോടെ ഭഗവാൻ ശ്രീരാമചന്ദ്രനെ മനസ്സിൽ ധ്യാനിച്ച് പറഞ്ഞു തുടങ്ങിനാൾ. ഇപ്രകാരം പറഞ്ഞു തുടങ്ങി. ആദ്യം ഗണേശസ്തുതിയാണ്. കാരണനായ ഗണനായകൻ. ഗണപതിയുടെ സ്വരൂപം ഓംകാര സ്വരൂപം, പ്രണവസ്വരൂപമാണ് എന്ന് പറയും. അപ്പോൾ പ്രണവം എന്നത് ബ്രഹ്മത്തെ കുറിക്കുന്ന ആ ഒരു പദമാണ്. അതുകൊണ്ട് തന്നെ ബ്രഹ്മം കാരണമാണ്, എല്ലാറ്റിൻ്റെയും കാരണം. അതുകൊണ്ട് ആ ഗണപതിയെ എല്ലാറ്റിൻ്റെയും കാരണനായിട്ട് പറയുന്നു. അങ്ങനെ കാരണനായ ഗണനായകൻ, ബ്രഹ്മാത്മകൻ, ബ്രഹ്മസ്വരൂപനായിട്ടുള്ള ആ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ, ശിവനും പാർവതിയും ഇവരുടെ മകനായിട്ട് സംഭവൻ, ജനിച്ചവൻ ആ ദേവൻ. വാരണമുഖൻ. വാരണം ആന, ആനയുടെ മുഖത്തോടുകൂടിയ ആ ഗണപതി മമ എൻ്റെ പ്രാരബ്ധ വിഘ്നങ്ങളെ. പ്രാരബ്ധം എന്നതിന് നമുക്ക് രണ്ട് രീതിയിലും എടുക്കാം. ഒന്ന് നമ്മുടെ പ്രാരബ്ധ കർമ്മം എന്ന് പറയാം. എന്നാൽ ഇപ്പോൾ ഞാനിതാ ഈ തുടങ്ങിയിരിക്കുന്ന എൻ്റെ ഈ കൃതിയുടെ ആ വിഘ്നങ്ങളെയൊക്കെ തന്നെ വാരണം ചെയ്തിടുവാൻ, ഇതൊക്കെ ഇല്ലാതെയാക്കുവാൻ ആവോളം വന്ദിക്കുന്നേ. ഞാൻ ഇതാ മതിയാവോളം ഞാൻ അങ്ങയെ വന്ദിക്കുന്നു. അങ്ങനെ ഗണേശസ്തുതി കഴിഞ്ഞ് സരസ്വതി സ്തുതിയാണ്. വാണിയിടുക അനാരതം എന്നുടെ നാവുതന്മേൽ. അല്ലയോ വാണിമാതാവേ, അനാരതം തുടർച്ചയായിട്ട്, ഒട്ടും ഒരു വിഘ്നം വരാതെ, അവിടെയും വിഘ്നമൊന്നും വരാതെ, ഇടതടവില്ലാതെ ഇങ്ങനെ വാണിയിടുക എന്നുടെ നാവു തന്മേൽ. എൻ്റെ നാവിന്മേൽ ദേവി വിളയാടണം. ആ ദേവിയുടെ വിശേഷണങ്ങൾ പറയുന്നു. വർണ്ണവിഗ്രഹേ വേദാത്മികേ. വർണ്ണം തന്നെ, അക്ഷരങ്ങൾ തന്നെയാണ് ദേവിയുടെ വിഗ്രഹം, സ്വരൂപം. അപ്പൊ അക്ഷരങ്ങൾ തന്നെ സ്വരൂപമായിട്ടുള്ള അല്ലയോ വേദാത്മികേ, വേദസ്വരൂപയായിട്ടുള്ള ദേവി എങ്ങനെയാണ് വിളയാടേണ്ടത്? നാണമെന്നിയേ, ഒട്ടും നാണം വേണ്ട. അതായത് ഇടതടവില്ലാതെ വരണം എന്ന് തന്നെ അർത്ഥം. മുദാ, വളരെ സന്തോഷത്തോടെ, നാവിന്മേൽ നടനം ചെയ്യുക. നാവിന്മേൽ നടനം ചെയ്യുക. ഏണാംഗ ആനനെ, ഏണാംഗാനനെ. അപ്പോൾ എൻ്റെ നാവിന്മേൽ അല്ലയോ ഏണാംഗ ആനനം. ഏണാംഗം ചന്ദ്രൻ, ചന്ദ്രനെപ്പോലെ വിളങ്ങുന്ന അത്രയും തിളക്കമുള്ള മുഖത്തോടുകൂടിയ ആനനം, മുഖം, മുഖത്തോടുകൂടിയ അല്ലയോ സരസ്വതി ദേവി. എങ്ങനെ ഒരു ഉപമ കൂടെ പറയാണ്. യഥാ ദിഗംബരൻ കാനനെ. ദിഗംബരൻ ശിവൻ, ദിക്ക് തന്നെ
വസ്ത്രമായിട്ടുള്ളവൻ, അമ്പരം വസ്ത്രം, ദിക്ക് വസ്ത്രമാവുക എന്ന് വെച്ചാൽ വസ്ത്രമുടുക്കാതെ എന്നർത്ഥം. നഗ്നനായിട്ട് എന്നാൽ ഒട്ടും നാണമില്ലാതെ ആ ദിഗംബരൻ കാനനത്തിൽ ഏതുപോലെയാണോ നടനം ചെയ്യുന്നത് അതേപോലെ നാണമൊന്നുമില്ലാതെ അല്ലയോ ദേവി എൻ്റെ നാവിന്മേലും അങ്ങ് നടനം ചെയ്യുക.